ഇനി മോഹൻ വർഗീസിലേക്ക് പോയാൽ, ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാന്റെ തന്നെ ഒരു കപ്പലിന് അഭയം നൽകിയിരിക്കുകയാണ്. IRIS ലവാൻ കൊച്ചിയുടെ തീരത്ത് അഭയം തേടിയിരിക്കുകയാണ്, അതിലെ ജീവനക്കാരുൾപ്പെടെ. ആ ഒരു സാഹചര്യത്തിൽ പോലും അനുമതി കിട്ടിയ ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്ര വിഭാഗവും ഒപ്പം തന്നെ IRGCയും രണ്ട് ദിശയിൽ പ്രവർത്തിക്കുന്നു, പലതിലും ഏകോപനമില്ലാതെ പോകുന്നു എന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ടോ? നമുക്കറിയാം, പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിനുശേഷം അധികാരം ഏറ്റെടുത്തവരുണ്ട്. ഇതിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരും കനത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ ഇന്ത്യ പോലും, ഇന്ത്യൻ കപ്പൽ പോലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇറാനിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളാലും അഭിപ്രായ ഭിന്നതകളാലും ആകുമോ? വാർ മോങ്കേഴ്സ് എന്നൊരു വിഭാഗമുണ്ട് രേണുക. അവർക്കേറെ സന്തോഷം പകരുന്ന കാര്യങ്ങളാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നതാണ് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. രണ്ടു കൂട്ടർക്കും, അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ തന്നെ വിപരീത ബുദ്ധി തോന്നിയിരിക്കുന്നു. വിപരീത ബുദ്ധി ആദ്യം ഒരുപക്ഷെ തോന്നിയത് ഈ വെടിനിർത്തൽ ഒരു സാധ്യതയായി കാണാൻ രണ്ടു പക്ഷവും ശ്രമിച്ചില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെയുള്ള ഉപരോധം തുടരുമ്പോഴും നാവിക ഉപരോധത്തിൽ ചെറിയ ഇളവുകൾ വരുത്താമായിരുന്നു. ഇറാൻ പൂർണ്ണമായി ഹോർമോസ് തുറന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്ന ഒരു അന്തരീക്ഷത്തിൽ തങ്ങൾ ഏകപക്ഷീയമായി ഹോർമോസ് തുറന്നു കൊടുത്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ ഇറാൻ എത്തി നിന്നു. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഇത് പ്രാവർത്തികമാകണമെങ്കിൽ, ലോകരാജ്യങ്ങൾ ഒന്ന് ഭയക്കണമെങ്കിൽ, അമേരിക്കയ്ക്ക് മേൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ ഹോർമൂസിലൂടെ ഒരു കപ്പലും കടന്നു പോകാൻ പാടില്ല. അത് സുഹൃത്ത് രാജ്യമെന്നോ ശത്രുരാജ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കപ്പലുകളെയും തടഞ്ഞു നിർത്തുക. അങ്ങനെ ഇത് ബന്ദ് ദിവസങ്ങളിലൊക്കെയുള്ള ആദ്യ പ്രതികരണങ്ങൾ അല്ലേ, രാഷ്ട്രീയ കക്ഷികൾ ബന്ദ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വളരെ ശക്തമായ ബന്ധായിരിക്കും. പിന്നെ കുറച്ചൊക്കെ അയവ് വന്ന് അങ്ങ് മാറും. അതാണ്. ഇതുപോലെ തന്നെ ആദ്യ നിമിഷങ്ങളിൽ കർശനമായി ഞങ്ങൾക്ക് മുഖം നോക്കേണ്ട കാര്യമില്ല എന്ന് ലോകത്തോട് പറയുന്നത് പോലെ തോന്നുകയാണ്. അവിടെയാണ് വിപരീത ബുദ്ധിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇവിടെ രേണുക സൂചിപ്പിച്ച ഇന്ത്യ ഇറാൻ്റെ കപ്പലിന് അഭയം നൽകി എന്ന് പറയുമ്പോൾ അതൊരു സിംബോളിക് ജസ്റ്ററാണ്. ഇന്ത്യ നിഷ്പക്ഷ രാജ്യമാണ്. ഇറാനോട് ബന്ധമുണ്ട്, ഇസ്രായേലിനോട് ബന്ധമുണ്ട്, അമേരിക്കയോട് ബന്ധമുണ്ട്, ഗൾഫ് രാജ്യങ്ങളോട് നല്ല ചങ്ങാത്തമുണ്ട്. നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഏതെങ്കിലും രാജ്യത്തിന് എതിരായോ ഒരു പക്ഷം പിടിച്ചുകൊണ്ടോ ഒരു തീരുമാനമെടുക്കാനാവില്ല. പക്ഷെ അതിനെ ഒരു സാധ്യതയായി കാണേണ്ടതാണ് ഇറാൻ. ലോകം മുഴുവൻ അമേരിക്കയുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ പല രാജ്യങ്ങളും അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ ഒരു നിലപാടെടുത്തു. ആ നിലപാടെന്ന് പറയുന്നത് നിഷ്പക്ഷമാണെങ്കിൽ പോലും ഇറാൻ്റെ ഒരു കപ്പലിന് അഭയം കൊടുത്തു എന്നത് വലിയൊരു സാധ്യത തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ കപ്പലുകൾക്ക് അനുമതിയോടുകൂടി കടന്നു പോകാം. ഇറാൻ 5 രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. റഷ്യയും ചൈനയും ഇന്ത്യയും ഇറാഖും ഉൾപ്പെടെ പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധ കാലത്തും നിർബാധം സഞ്ചരിക്കാം. ഇറാനിയൻ ഉപരോധം ഗൾഫിൽ അല്ലെങ്കിൽ ഹോർമോസിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ഇന്ത്യൻ കപ്പലുകൾ 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു കപ്പലിനെ തടഞ്ഞിരിക്കുന്നത്, വെടിവെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ 25 നോട്ടിക്കൽ മൈൽ ഇറാൻ്റെ തീരത്ത് നിന്നും തെക്കുമാറിയാണ്. ഈ 2 കപ്പലുകളും കണ്ടെയ്നറുകളിലേക്കാണ് വെടിയുതിർത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്ന്. കപ്പലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നത് യാത്രാ അനുമതിയോടുകൂടി തന്നെയാണ് ഈ കപ്പലുകൾ സഞ്ചരിച്ചത്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് അനുമതി ഒന്നുമില്ലാതെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള രീതിയിൽ കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കണം. അമേരിക്കൻ കപ്പലുകൾക്കും ഇന്ത്യൻ കപ്പലുകൾക്കും ഗൾഫ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇസ്രായേലി കപ്പലുകൾക്കും എല്ലാം തന്നെ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ഗുഡ്വിൽ ജസ്റ്ററാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് ഉണ്ടായില്ല. ഈ ഗുഡ്വിൽ ജസ്റ്റർ ഒരു ഭാഗത്ത് മാത്രം കാട്ടുന്നത് ഏകപക്ഷീയമല്ലേ. ഇറാൻ്റെ അസറ്റ്സ് തടഞ്ഞു വച്ചിരിക്കുന്നത്, പല ബാങ്കുകളിലായി ഇറാൻ്റെ അസറ്റ്സ് തടഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഭാഗികമായിട്ടെങ്കിലും ഒരു സിംബോളിക് ജസ്റ്റർ എന്ന നിലയിലെങ്കിലും റിലീസ് ചെയ്താൽ എന്തായിരുന്നു ബുദ്ധിമുട്ട്? അതുമാത്രമല്ല, ഇറാന് നേരെയുള്ള ഉപരോധം കടുത്ത എണ്ണ ഉപരോധമാണ്, മറ്റ് കാര്യങ്ങൾ ഉപരോധമാണ്. ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകണ്ടേ? ഇറാനിയൻ ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. ഭരണകൂടത്തിൻ്റെ കാര്യം പോയിക്കോട്ടെ, ഒരു മനുഷ്യാവകാശ വിഷയം കൂടിയാണ് ഉപരോധം. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു ഇളവ് ഉണ്ടെങ്കിൽ മാത്രമേ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാകൂ.
ടി പി ശ്രീനിവാസൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഒരു വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ വെട്ടുമെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇറാൻ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തിച്ച് ഗൺ പോയിന്റിൽ പറയുന്നയിടത്ത് ഡോട്ടഡ് ലൈൻസിൽ ഒപ്പിടിപ്പിക്കാം എന്നത് കേവലം ഒരു വ്യാമോഹമാണ്. ഡിപ്ലോമസിയിൽ അങ്ങനെയൊന്നുമല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളല്ലേ ഡിപ്ലോമസി എന്ന് പറയുന്നത്. രണ്ട് പക്ഷത്ത് വിളവുകൾ വേണ്ടിയതാണ്. അവിടെയാണ് ഒരു ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ആ സമയത്ത് അമേരിക്കൻ വെടിനിർത്തൽ തുടരുമ്പോൾ ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ അതിന് അമേരിക്കയുടെ അറിവില്ല എന്ന് പറയാനാവില്ലല്ലോ. അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കണം അത് നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ ചർച്ചയ്ക്കുള്ളൊരു അന്തരീക്ഷം ഒരു ഗുഡ് വിൽ ജസ്റ്ററാണ്. അപ്പോൾ ഈ ക്യാരറ്റ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചെറിയ ക്യാരറ്റ്സ് ആയിരിക്കാം, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കൊത്താൻ മറുപക്ഷം തയ്യാറാകുന്നു എന്നിടത്താണ് യഥാർത്ഥത്തിൽ ചർച്ചയുടെ ഒരു അന്തരീക്ഷം വരിക. പക്ഷേ ഒരു രീതിയിലും ചർച്ച ഉണ്ടാകരുത്. ആത്യന്തികമായി ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാവൂ എന്ന് അമേരിക്ക വിചാരിക്കുകയും ബലപ്രയോഗമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, ബലപ്രയോഗത്തിൻ്റെ നിരർത്ഥകത ലോകത്തിന് ബോധ്യമാകും, അമേരിക്കയ്ക്ക് ബോധ്യമാകും, വരട്ടെ കരയുദ്ധം എന്ന രീതിയിൽ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ചങ്കിട് പേറുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. എണ്ണയെ ആസ്പദമാക്കി നിൽക്കുന്ന വികസനോത്മകമായ ഭരണകൂടങ്ങളുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ സമ്പദ് വ്യവസ്ഥയിൽ ഊർജം പകരണമെങ്കിൽ ഗൾഫിൽ നിന്നുൾപ്പെടെ വരുന്ന ഓയിൽ, ക്രൂഡ് ഓയിൽ അത്യാവശ്യമാണ്, നാച്ചുറൽ ഗ്യാസ് അത്യാവശ്യമാണ്. അത് ചോക്ക് പോയിൻ്റായി ഇപ്പോൾ ഇത് ഹോർമോസ് വരും. നാളെ അത് ഈ ബാബൽ മന്ദേബ് വഴിയുള്ള കച്ചവടവും ഒരുപക്ഷെ അഫക്റ്റഡ് ആകാം. കാരണം അവിടെ ഹൂതികളുണ്ട്. ഇറാൻ്റെ ത്രെട്ട്, ഇതുവരെയുള്ള മിക്ക ത്രെട്ടുകളും അവർ നടപ്പാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ത്രെട്ട് എന്താണ്? ഹോർമോസ് പൂർണ്ണമായി ഉപരോധത്തിലാവുകയും അമേരിക്ക പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് വരികയും ചെയ്താൽ തങ്ങൾ അടങ്ങിയിരിക്കില്ല. ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ബാബൽ മന്ദേബ്, അതായത് ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടം തങ്ങൾ നിയന്ത്രിക്കും, തങ്ങൾ അടയ്ക്കും. അങ്ങനെയെങ്കിൽ ലോക വ്യാപാരത്തിന്, എണ്ണ മാത്രമല്ല സമസ്ത വ്യാപാരത്തിൻ്റെയും 20% കടന്നു പോകുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് അറബിക്കടലിലേക്കും അവിടുന്ന് ഗൾഫ് ഓഫ് ഏഡനിലേക്കും അവിടുന്ന് ബാബൽ മന്ദേബ് വഴി റെഡ് സീയിലേക്കും പിന്നെ മെഡിറ്ററേനിയനിലേക്കും ഒക്കെ, സൂയസ് വഴി മെഡിറ്ററേനിയനിലേക്കും അങ്ങനെ യൂറോപ്പിലേക്കും ഒക്കെ പോകുന്ന ആ ഒരു പാത കൂടി അടഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെ സ്തംഭിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ചർച്ചകൾ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഇളവുകൾ ഉണ്ടാവുകയും ചെയ്താൽ പുനരാരംഭിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നതാണ് ലോകത്തിന്റെ പൊതു ആഗ്രഹം. തീർച്ചയായും ഇറാന്റെ സമീപനം എന്ത് എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഈ ചർച്ചകൾക്ക് മുൻപും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന വലിയ ഭീഷണി എന്നത് ഇന്നത്തെ ട്രൂത്ത് സോഷ്യലിലെ ആ മെസ്സേജിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതൊരു തരത്തിൽ പ്രകോപനം എന്ന് തന്നെ പറയേണ്ടി വരും. കേണൽ ഡിന്നി, ഇവിടിപ്പോൾ ഈ വിഷയത്തിൽ ഹോർമുസിലെ സാഹചര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? ഹോർമുസിൽ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അവിടെ ടോൾ കൊടുത്ത് കപ്പലുകൾ കൊണ്ടുവരിക എന്നതുപോലും ഇന്ത്യ പരിഗണിക്കുന്നില്ല. ഫ്രീ ആയി കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. ഇക്കാര്യം ഇന്ത്യൻ പ്രതിനിധി UN-ൽ ആവശ്യപ്പെട്ട് ശക്തമായ ഭാഷയിൽ ഇന്ത്യ അവിടെ നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഹോർമുസിലെ ഇറാൻ ആധിപത്യം എന്നത് ഇന്ത്യക്ക് അംഗീകരിച്ച് നൽകാൻ പറ്റുന്ന വിഷയമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പൂർണ്ണ ആധിപത്യം ആർക്കും ലഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വീകാര്യമായ സാഹചര്യമല്ല. ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി വരുന്നുണ്ടോ? ആരെയും പിണക്കാതെ ഒരു നയതന്ത്ര സമീപനം ഇതിൽ സ്വീകരിക്കുക എന്നത് വരും ദിവസങ്ങളിലും ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളിയാകുമോ? നോക്കൂ മാം, ഇപ്പോഴത്തെ ഈ ഒരു വിഷയം, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു ഇറാൻ US യുദ്ധം തന്നെ വേണമെങ്കിൽ പറയാം, യുദ്ധം തന്നെ ആണ് ആക്ച്വലി. അപ്പൊ അതിനെ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതിനകത്ത്. കാരണം ഇന്ന് ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്ലോമാസിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഇതിനെ കാണുന്നത്, ഞാൻ ഈ കാണുന്നത് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ 2 കപ്പലിനെ തടയുകയും അതിനകത്ത് അവരെ ഫയർ ചെയ്തതൊക്കെ അത് മനഃപൂർവ്വമായിട്ട് ഇന്ത്യയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ കാണാൻ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇതിനകത്ത് 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നടക്കുന്ന സാഹചര്യം നോക്കൂ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടത്. ഡൊണാൾഡ് ട്രംപ് പറയാണ്, എന്റെ റെപ്രസെന്റേറ്റീവ്സ് നാളെയോ മറ്റന്നാളോ അങ്ങാണ്ട് ഇസ്ലാമാബാദിൽ പോവും, ഞങ്ങൾ വീണ്ടും ചർച്ച തുടങ്ങും എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതായത് മണിക്കൂറിനകത്ത് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന സാഹചര്യമാണ്.
അപ്പൊ ആ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് പോലും ഇപ്പൊ നമ്മൾ ചാനൽ ചർച്ച തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വിപരീതമായിട്ട് വേറെ എന്തെങ്കിലും പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ഫ്ലക്സ് ഉള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ലോകത്തുണ്ടായെന്ന് എനിക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.